ഹലോ മക്കളെ. ഓക്കെ, അപ്പൊ ടീച്ചർ എന്നൊരു റെക്ടാംഗിൾ ഷേപ്പുള്ള ഒരു കാർഡ്ബോർഡിന്റെ പീസുമായിട്ടാണ് വന്നത്. അപ്പൊ മക്കൾക്ക് ഈ കാർഡ്ബോർഡിന്റെ പീസ് എന്തിനായിരിക്കും മിസ് കൊണ്ടുവന്നത്? എനിക്ക് തോന്നുന്നു പെയിന്റ് അടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. എനിക്ക് ഒരു മുൻവശമൊക്കെ ഇങ്ങനെ ഒന്ന് പെയിന്റ് അടിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആ പെയിന്റ് അടിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? പെയിന്റ് വേണം. അത് അവിടെ നിൽക്കട്ടെ, അതെനിക്കറിയാം. അതല്ലാതെ ഈ ഒരു കാർഡ്ബോർഡിന്റെ മുൻവശം പെയിന്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു മുൻവശത്തിന്റെ എന്തറിഞ്ഞാ മതി? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് അറിഞ്ഞാ മതി. നമുക്കറിയാം, ഒരു റെക്ടാംഗിൾ പീസിന്റെ അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പുള്ള ഏതിന്റെയും ഏരിയ കണ്ടുപിടിക്കാൻ എന്റെ മക്കൾക്ക് അറിയാം. എന്തായിരുന്നു റെക്ടാംഗിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ? നമ്മൾ മുന്നേ പഠിച്ചതായിരുന്നു. അതിന്റെ നീളവും വീതിയും, അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ എന്താക്കിയാൽ മതിയായിരുന്നു? മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു, ഗുണിച്ചാൽ മതിയായിരുന്നു. നമ്മൾ പഠിച്ച കാര്യമാ. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കാൻ മക്കളേതാ, എന്റെ കയ്യിൽ ഇതാ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പുള്ള ഒരു കാർഡ്ബോർഡിന്റെ പെട്ടി കൂടെ ഉണ്ട്, ഒരു കാർഡ്ബോർഡിന്റെ പീസ്. എങ്ങനെയുണ്ട്? ഇതും കൂടെ എനിക്കൊന്ന് പെയിന്റ് അടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളൊന്ന് പറഞ്ഞു തന്നെ, ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. ഈ ഒരു ഭാഗം എനിക്കൊന്ന് പെയിന്റ് ചെയ്യണമെങ്കിൽ ഇത് എത്ര ഉണ്ട്, ഇതിന് എത്ര ഒരു പരപ്പളവ് ഉണ്ട്, എത്ര ഏരിയ ഉണ്ട് എന്ന് എനിക്ക് അറിയണമെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ ഏരിയ, ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഏരിയ ഓഫ് ട്രയാങ്കിൾ. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്. ഓക്കെ, നമ്മൾ ഇനി ട്രയാങ്കിളിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കണ്ടേ? അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത്ര കാലം നമ്മൾ റെക്ടാങ്കിളിന്റെ ഏരിയ വെച്ച് ഇരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ നമ്മള് ട്രയാങ്കിളിന്റെ കൂടെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഇനി അതാരും അറിയില്ല എന്നുള്ളൊരു പരാതിയുമായിട്ട് വരണ്ട. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നേരത്തെ എന്റെ കയ്യിലുള്ള പോലെ ഒരു കാർഡ്ബോർഡ് പെട്ടി നിങ്ങൾ ബോർഡിൽ കാണുന്നുണ്ടാവുമല്ലോ. ആ ബോർഡിൽ കാണുന്നുണ്ട്. അതിന് നീളവും വീതിയും ബോർഡിൽ തന്നിട്ടുണ്ട്. എത്രയാ നീളം? എത്രയാ? 4 സെന്റിമീറ്റർ ആണ് അതിന്റെ നീളം. വീതി 3 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഏരിയ എന്റെ മക്കളൊന്ന് വേഗം ചെയ്ത് നോക്കിയേ. എങ്ങനെയാ ഏരിയ കണ്ടുപിടിക്കുക? ഏരിയ നമുക്കറിയാം, അതിന്റെ ഇക്വേഷൻ അറിയാം. എന്തായിരുന്നു ഇക്വേഷൻ? അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. എന്താണ് ഇവിടെ ലെങ്ത്? 4 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. 3 സെന്റിമീറ്റർ ആണ് അതിന്റെ ബ്രെഡ്ത്ത്. അതൊന്ന് അപ്ലൈ ചെയ്താൽ പോരെ മക്കളെ? 4 × 3 12 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. എന്റെ മക്കള് ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് വിശ്വാസമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ 2ാമത്തെ ചിത്രം ഒന്ന് നോക്കിക്കേ. 2ാമത്തെ ചിത്രത്തിൽ അത് ഞാനൊന്ന് പകുതിയാക്കി കളഞ്ഞിട്ടുണ്ട് അല്ലെ. പകുതിയാക്കി ആ ഒരു റെക്ടാങ്കിളിനെ ഞാനൊന്ന് പകുതിയാക്കി എങ്കിൽ ആ കുഞ്ഞി റെക്ടാങ്കിൾ, 2 കുഞ്ഞി റെക്ടാങ്കിൾ ആയ അവിടെ അതിൽ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ഇവിടെ കാണുന്ന ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? 12ന്റെ നേരെ പകുതിയായിരിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒന്ന് 6 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും, മറ്റേതും 6 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. 12ന്റെ നേരെ പകുതി ആയിരിക്കും ആ 2 കുഞ്ഞി റെക്ടാങ്കിൾ പീസും എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതേപോലെ ഈ ഒരു കാർഡ്ബോർഡ് പെട്ടി ഞാനൊന്ന് നീളവും വീതിയും ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ബോർഡ് കാണുന്നുണ്ടാവും അല്ലെ. 10 സെന്റിമീറ്റർ ആക്കി. ഇവിടെ നീളം 10 സെന്റിമീറ്റർ. വീതി എത്രയാ മക്കളെ? വീതി 8 സെന്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാർഡ്ബോർഡ് പെട്ടിയുടെ ഏരിയ നേരത്തെ ചെയ്ത പോലെ നമുക്ക് വേഗം ചെയ്തേ. ഇത് നോക്കിക്കേ, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അതിന്റെ നീളവും വീതിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വേഗം ചെയ്യാം അല്ലെ. അപ്പൊ നീളം തന്നിട്ടുണ്ട് എത്രയാ? 10 സെന്റിമീറ്റർ എന്നും വീതി 8 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. ചെയ്യാം. 10 × 8 എത്രയാ വരാം മക്കളെ? 80 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് കിട്ടി, ഉത്തരം കിട്ടി. ഇനി നേരത്തെ ചെയ്ത പോലെ ഈ ഒരു റെക്ടാങ്കിളിനെ ഞാൻ പകുതിയാക്കി. എങ്ങനെയാ പകുതിയാക്കിയത്? നേരെ നടുക്കൂടെയാണോ നമ്മൾ മുറിച്ചത്? നേരത്തെ ചെയ്ത പോലെയാണോ മുറിച്ചത്? അല്ല, അതിനകത്ത് ചെറിയൊരു മാറ്റം ഉണ്ട് അല്ലെ. ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിന് ഞാനിതാ ഇങ്ങനെയാ മുറിച്ചത്. അങ്ങനെ മുറിച്ചപ്പോ 2 ട്രയാങ്കിൾ പീസായിട്ട് മാറിയല്ലേ. അവിടെ ട്രയാങ്കിൾ പീസായി മാറി. ഈ ട്രയാങ്കിൾ പീസിന്റെ ഓരോ ട്രയാങ്കിളിന്റെയും ഏരിയ എന്തായിരിക്കും? മൊത്തത്തിൽ 80. അത് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിനെ പകുതിയാക്കിയ ഓരോ ട്രയാങ്കിളിന്റെയും ഏരിയ, ഇവിടെ കാണുന്ന ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 80ന്റെ പകുതി ആയിരിക്കും. അത് നമുക്കറിയാം, 40 ആണ് വരിക.
40 വരെ, 80ന്റെ പകുതി. അപ്പൊ നമ്മൾ എന്താക്കി? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്തപ്പോഴായിരുന്നു നമുക്ക് 80 കിട്ടിയിരുന്നത് അല്ലെ? അതിനെ നേരെ പകുതിയാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ 2 കൊണ്ട് എന്താക്കി മക്കളെ? ഹരിച്ചു. 2 കൊണ്ട് ഹരിച്ചപ്പോഴാണ് നമുക്ക് 40 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയത്. 40 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ എന്റെ മക്കള് ഒരു കാര്യം നല്ലപോലെ ശ്രദ്ധിക്കുക. ഇനി നമുക്കൊന്ന് ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഇതാ ഇവിടെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്താണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഒരു ഇക്വേഷൻ? എന്റെ മക്കൾ കാണുന്നുണ്ടോ? നീളവും വീതിയും കൂടെ ഗുണിച്ചിട്ട് അതിനെ 2 കൊണ്ട് ഹരിച്ചപ്പോഴാ ഇവിടെയുള്ള ഒരു ട്രയാങ്കിളിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. അതിന്റെ പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടിയത് അല്ലെ? നീളവും വീതിയും ഗുണിച്ചിട്ട് അതിനെ 2 കൊണ്ട് ഹരിച്ചാ മതി എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഒന്ന് എഴുതി നോക്കിയാലോ മക്കളെ? നമുക്കൊന്ന് എഴുതി നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? ടീച്ചർ ആദ്യം ഇവിടെ എഴുതി ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഹാഫ് ഇൻറ്റു അര ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എവിടുന്ന് വന്നു ഈ ബിയും എച്ചും ഒക്കെ അല്ലെ? ഇത്ര നേരം ഈ ബിയും എച്ചും ഒന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ. എങ്ങനെ വന്നു ഈ ബിയും എച്ചും എന്നാണ് ഇവിടെ ടീച്ചർ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. എന്റെ മക്കള് ഒന്ന് എന്റെ അടുത്തേക്ക് ആ ഒരു മനസ്സൊന്ന് തന്നേ. ഞാനിത് നല്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. എന്റെ മക്കൾക്ക് നല്ല ബേസിക് ആയിട്ട് എവിടുന്ന് ഹാഫ് ബി എച്ച് വന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇത് നോക്കിക്കേ, നേരത്തെ വരച്ച പോലെ തന്നെ ഒരു റെക്ടാങ്കിൾ പീസ് ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലെ? റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. അതില് ഒരു നേരെ നടുക്കുകൂടെ ഒരു വര വരച്ച് ഒരു ട്രയാങ്കിൾ പീസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്റെ മക്കള് ശ്രദ്ധിക്കുക. നേരത്തെ നിങ്ങൾക്ക് ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടായിരുന്നു. റെക്ടാങ്കിളിന്റെ കേസിൽ അവിടെ ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മള് എപ്പോഴും ട്രയാങ്കിളിന്റെ കേസിൽ പറയുമ്പോൾ അതിന്റെ ലെങ്ത് ഈ ഒരു ട്രയാങ്കിൾ തന്നെയാണ് ഞാൻ ഇവിടെ മുറിച്ച് ഇപ്പുറത്തേക്ക് വരച്ചു വെച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ലെങ്തിന് പകരം ട്രയാങ്കിളുടെ കേസില് താഴെയുള്ള ആ ഒരു സൈഡിനെ നമ്മൾ എപ്പോഴും ബേസ് അഥവാ പാദം എന്നാണ് പറയുക. ബേസ് സാധാരണ നമ്മള് അത് ബി എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ബേസ് ഓക്കെ ആണോ? അതേപോലെ തന്നെ ഇവിടെ നേരെ കുത്തനെ നമ്മള് ബ്രെഡ്ത്ത് എന്നായിരുന്നു ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ട്രയാങ്കിളിന്റെ കേസിൽ അത് ബ്രെഡ്ത്ത് അല്ല, അത് ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്, ഉയരമാണ്. അതുകൊണ്ട് ഹൈറ്റ് നമ്മൾ എച്ച് ആക്കി എഴുതി. ഇനി നമുക്ക് ആ ഒരു ഇക്വേഷൻ എഴുതി നോക്കിയാലോ? നേരത്തെ നമുക്ക് കിട്ടിയിരുന്നു എന്തായിരുന്നു? നമ്മള് ആ ഒരു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിനെ നേരെ പകുതിയാക്കിയിരുന്നു അല്ലെ? നേരത്തെ നമ്മളെ ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും ഗുണിച്ചിട്ട് പകുതിയാക്കിയിരുന്നു. അതേപോലെ തന്നെ ലെങ്ത്തും ബ്രെഡ്ത്തും ഗുണിച്ച് പകുതിയാക്കിയിരുന്ന ആ ഒരു ഇക്വേഷൻ ഇവിടെ ലെങ്ത്തിനും ബ്രെഡ്ത്തിനും പകരം ആരായി മാറി മക്കളെ? ബേസും ഹൈറ്റുമായി മാറി ട്രയാങ്കിളിന്റെ കേസിൽ. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ എഴുതി നോക്കാം. ഹാഫ് ഇൻറ്റു ലെങ്ത്തിന് പകരം ബേസ് ഇൻറ്റു ബ്രെഡ്ത്തിന് പകരം ഹൈറ്റ് ആയി മാറി. അങ്ങനെയാണ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞ ഇക്വേഷൻ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയി മാറിയത്. ഓക്കെ മക്കളെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മള് ബാക്കിയുള്ള എല്ലാ ട്രയാങ്കിൾസിന്റെയും ഏരിയ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് അത് കംപ്ലീറ്റ് അങ്ങ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അടുത്തതായിട്ട് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാ. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കൊണ്ടുവന്ന കാർഡ്ബോർഡിന്റെ പീസ് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാ. എന്റെ മക്കൾക്ക് അറിയാം എന്താ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഒരു ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഒരു ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് അതിന്റെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയാം. മട്ടത്രികോണങ്ങൾ. ഇതില് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ്സ് അല്ലെങ്കിൽ ലംബ വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ മക്കളെ? അതാ ഇവിടെയുള്ള ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന ഈ 2 സൈഡ്സ് അല്ലെ? ഈ 2 സൈഡ്സ് ആണ് അതിന്റെ ലംബവശങ്ങൾ. അത് തന്നെയല്ലേ അതിന്റെ ബേസും ഹൈറ്റും എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും ട്രയാങ്കിളിനെ ഈ ഒരു സൈഡ് താഴെയുള്ള വശത്തിൽ നമ്മൾ എന്തെന്ന് പറയണം? ബേസ് അഥവാ അതിന്റെ പാദം എന്ന് പറയണം. എപ്പോഴും അതിൻ്റെതാ ഇവിടെയുള്ള സൈഡ് എപ്പോഴും ഉന്നതി അല്ലെങ്കിൽ ഉയരം ഹൈറ്റ് എന്നാണ് സൂചിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ കാണുന്ന ബേസും ഹൈറ്റും ആയിരിക്കും അല്ലെ? അത് വെച്ചിട്ട്
നമ്മള് അതിന്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പോവാണ്. അതില് ഒന്നാമത്തെ പ്രോബ്ലം നോക്കിക്കേ. നമ്മള് ഒന്നാമത്തെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോവാണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് റെക്ടാംഗിൾ? ഈ ഒരു റെക്ടാംഗിൾ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. റെക്ടാംഗിളിന്റെ ഏരിയ ആണ് നിങ്ങൾക്ക് അറിയാം. അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ ഗുണിച്ചാൽ മതി. പക്ഷേ എന്റെ മക്കള് ഇത് 2 ട്രയാങ്കിൾ ആയിട്ട് കാണുന്നുണ്ടോ? 2 ട്രയാങ്കിൾ ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കള് ഓരോ ട്രയാങ്കിളിന്റെയും ഏരിയ കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂടെ കൂട്ടിക്കൊടുത്താ പോരെ? ഇല്ലെങ്കിൽ അതിൽ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് രണ്ടുകൊണ്ട് എന്താക്കിയാൽ മതി? ഗുണിച്ചാ മതി. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാൻ വേണ്ടി പോവാണ് മിസ്. ഇതേ നോക്കിക്കേ. ആദ്യം തന്നെ ഞാനിതാ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം, അതില് ഒന്നാമത്തെ ട്രയാങ്കിൾ ആയിട്ടുള്ളതാ ഈ ഒരു കുഞ്ഞു ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ എന്നെ മക്കളെ. ആ ഒരു കുഞ്ഞു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഏരിയ ഈക്വൽ ടു ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച്, അര ഇൻറ്റു പാദം ഇൻറ്റു ഉന്നതി. നമുക്കറിയുന്ന കാര്യം, ഇതിന്റെ ബേസും ഹൈറ്റും തന്നിട്ടുണ്ടോ മക്കളെ? തന്നിട്ടുണ്ട്. പിക്ചറിൽ നമുക്ക് കാണാം. അതിന്റെ ബേസ് എത്രയാ? ബേസ് അടിഭാഗം എത്രയാ? 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. 4 സെന്റിമീറ്റർ. അതിന്റെ ഉന്നതി ഹൈറ്റ് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ നമുക്ക് അത് കൊടുത്തൂടെ? ഇവിടെ കൊടുക്കാല്ലേ? ആൻസറിൽ കൊടുത്തു നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അര ഇൻറ്റു ബേസ് 4 ഇൻറ്റു ഉന്നതി ഹൈറ്റ് 5 സെന്റിമീറ്റർ. അര ഇൻറ്റു 4 ഇൻറ്റു 5 എന്ന് കിട്ടി. ഇനി നോക്കിക്കേ മക്കളെ, 4 എത്ര പ്രാവശ്യം 2 പോകും? 4 ഇതാ 4 രണ്ട് തവണ പോകില്ലേ? 2 തവണ പോകും. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? 2 ഇൻറ്റു 5 ചെയ്താൽ മതി. 10 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. എന്തിന്റെ ഏരിയ? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെ? ഇതാ ഇവിടെ നമ്മൾ കണ്ടത് ഒരു ട്രയാങ്കിളിന്റെ ഏരിയയാണ് നമുക്ക് 10 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയത്. അതേപോലെ ഒന്നും കൂടെ ചേർന്നാ പോരെ ആ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ? അതുകൊണ്ട് നമ്മൾ എന്താക്കിയാ മതി? ഈ ഒരു 10 സെന്റിമീറ്റർ സ്ക്വയറിനെ 2 കൊണ്ട് ഗുണിച്ചാ പോരെ? 2 കൊണ്ട് ഗുണിച്ചാ മതിയില്ലേ? സെന്റിമീറ്റർ സ്ക്വയർ 20 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ആ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതേപോലെ അടുത്ത ചോദ്യം എന്റെ മക്കൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഏരിയയുടെ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രം. ഏരിയയുടെ ഇക്വേഷൻ നമ്മളൊന്ന് ചെയ്തു നോക്കാം. അടുത്ത ചോദ്യം ദേ നോക്കിക്കേ. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ തന്നെ കൊടുത്തത്. ഇവിടെയുള്ള ഒരു മട്ടത്രികോണം കാണുന്നുണ്ടോ മക്കള്? മട്ടത്രികോണത്തില് 90 ഡിഗ്രി ഇതാ ഞാൻ ഇവിടെ ബോർഡിൽ വരയ്ക്കുന്നുണ്ട്. കാണുന്നുണ്ടാവും അല്ലെ? അവിടെ ബേസ് ചെയ്താ ബേസ് പാദം എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ കൊടുത്തത് 6 സെന്റിമീറ്റർ. ഇതാ മുകളിലാ അല്ലെ? 6 സെന്റിമീറ്റർ ആണ് അതിന്റെ പാദം. അതിന്റെ ഹൈറ്റ് ഈ ട്രയാങ്കിളുടെ കുത്തനെ വെച്ചതാ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? ഇതാ 10 സെന്റിമീറ്റർ ഹൈറ്റ്. ഈ 2 കാര്യം വെച്ചിട്ട് നമുക്ക് ആ ഇക്വേഷൻ അറിയെങ്കിൽ ആൻസർ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഏരിയയുടെ ഇക്വേഷൻ എഴുതാം നമുക്ക്. ഏരിയ ഈക്വൽ ടു എന്താ വരിക? ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ. അര ഇൻറ്റു പാദം ഇൻറ്റു ഉന്നതി. അര ഇൻറ്റു പാദം ഇൻറ്റു ഉന്നതി ഹൈറ്റ് ആണ്, ഉയരം. ഓക്കെ, നമ്മള് ആ ഒരു ഇക്വേഷനില് അതിന്റെ വാല്യൂസ് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അര ഇൻറ്റു പാദം എത്രയാ മക്കളെ? നമുക്കറിയാം പാദം ഇവിടെ 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ ഇൻറ്റു ഉന്നതി ഉയരം എത്രയായിരുന്നു? ഉയരം 10 സെന്റിമീറ്റർ ആണ്. സോ നമ്മൾ ആ ഒരു വാല്യൂ അവിടെ കൊടുക്കാം, 10 സെന്റിമീറ്റർ. ഇനി നോക്കിക്കാം മക്കളെ, ഇതാ ഇവിടെ 6 എത്ര പ്രാവശ്യം 2 പോകും? 6 എത്ര പ്രാവശ്യം 2 പോകും? 3 പ്രാവശ്യം പോകും അല്ലെ? 3 പ്രാവശ്യം പോകും. അതുകൊണ്ട് നമ്മള് 3 ഇൻറ്റു 10 ചെയ്താൽ മതി അല്ലെ? 30 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. സിമ്പിൾ ആയിട്ട് കിട്ടി. ഇനി അടുത്ത ചോദ്യം എന്റെ മക്കൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യമാ അല്ലെ? ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യ. നമ്മളൊന്ന് ചെയ്തു നോക്കിയാലോ? ഇതാ അതേപോലെ തന്നെ എന്റെ കൂടെ ഒരുമിച്ച് പറയണം. ഏരിയയുടെ ഇക്വേഷൻ എന്താണെന്ന് എന്റെ മക്കൾ ഒരുമിച്ച് നല്ല ഒരേ സ്വരത്തിൽ പറയണം. ഹാഫ് ബി എച്ച് ആയിരുന്നു. അര ഇൻറ്റു പാദം ഇൻറ്റു ഉന്നതി ഹാഫ് ബി എച്ച്. ഇവിടെ ബി തന്നിട്ടുണ്ടോ മക്കളെ? ഇവിടെ 90 ഡിഗ്രി കാണുന്നുണ്ടോ മക്കളെ? ഇവിടെ ഈ മട്ടത്രികോണത്തിന്റെ 90 ഡിഗ്രി ഇതാ ഇവിടെയാണ് അതിന്റെ 90 ഡിഗ്രി. 90 ഡിഗ്രി ഒന്ന് ചരിച്ചു വെച്ചു എന്നേ ഉള്ളൂ അല്ലെ? മട്ടത്രികോണത്തെ നമ്മളൊന്ന് ചരിച്ചു വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ ബേസ് തന്നിട്ടുണ്ട്. എത്രയാണ് ബേസ്? 3.5 ബേസ് 3.5. ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഹൈറ്റ് ഇതാ 5 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് കാണാം. അത് അവിടെ അപ്ലൈ ചെയ്താൽ മതി. ഹാഫ് ഇൻറ്റു ബി എത്രയായിരുന്നു?
ബി എന്ന് പറഞ്ഞാൽ 3.5 ആയിരുന്നു. അതിന്റെ ഹൈറ്റ് എത്രയായിരുന്നു? 5 സെന്റിമീറ്റർ ആയിരുന്നു. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? നിങ്ങൾക്ക് ഏത് രീതിയിലും മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം 3.5ഉം 5ഉം കൂടെ ഗുണിച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാലും ഉത്തരം ശരിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ 5നെയോ 3.5നെയോ 2 കൊണ്ട് ഹരിച്ചതിന് ശേഷം ഗുണിച്ചാലും മതി. എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഉത്തരം എഴുതാം. ഞാൻ ഇവിടെ ആദ്യം 3.5ഉം 5ഉം കൂടെ ഗുണിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം മക്കളെ? ഹാഫ് ഇൻറ്റു 3.5ഉം 5ഉം കൂടെ ഗുണിച്ചാൽ എത്രയാ വരാ മക്കളെ? എത്രയാ വരാ? 17.5 എന്ന് വരും അല്ലെ? 17.5 നമുക്ക് കിട്ടി. ഇനി എന്താക്കിയാ മതി? 17.5നെ നമ്മള് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഹരിച്ചു നോക്കിയാൽ മതി. 17.5നെ നമ്മള് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 8.75 സെന്റിമീറ്റർ സ്ക്വയർ. ഉത്തരം കിട്ടി മക്കളെ, ഉത്തരം കിട്ടി. ഏരിയ കണ്ടുപിടിക്കാൻ ഇനി നമുക്ക് അറിയില്ല എന്ന് എവിടെയും പറയാൻ പറ്റില്ല. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ ഏരിയ വളരെ സിമ്പിൾ ആയിട്ട്, ഏതൊരു ട്രയാംഗിളിന്റെയും ഏരിയ അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഏതൊരു ഇക്വേഷൻ അറിയുമെങ്കിൽ, ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയുമെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മൾ അത്ര സിമ്പിൾ ആയിട്ട് ആദ്യത്തെ ഒരു ഇക്വേഷൻ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ചോദ്യവും ഉത്തരവും നമ്മൾ കുറച്ച് ഭാഗം ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി എന്റെ മക്കള് ബാക്കി ഭാഗത്തേക്ക് നല്ല സെറ്റ് ആയിട്ട് വരികയാണെങ്കിൽ മിസ് ഇതേപോലെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ ആണോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ.